വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് പാളയത്ത് മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ തൊഴിലാളികളടക്കം 3 പേർ മരിച്ചു. ആന്ധ്ര സ്വദേശികളായ ഭാസ്കർ, നരസിംഹ തുടങ്ങിയവരും ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഓട്ടോ ഡ്രൈവറായ നൌഷാദുമാണ് മരണപ്പെട്ടത്. മരിച്ചവരുടെ ആശ്രിതർക്ക് ജില്ലാ ഭരണകൂടം 1 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. കോഴിക്കോട് നഗരത്തിലെ ഓട വൃത്തിയാക്കാനിറങ്ങിയ 2 ആന്ധ്ര സ്വദേശികളും ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ഓട്ടോ ഡ്രൈവറുമാണ് വിഷവാതകം ശ്വസിച്ച് മരിച്ചത്. തളിജയ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഭൂഗർഭ അഴുക്കുചാലിലെ മാൻഹോളിൽ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് സ്വദേശി നൌഷാദാണ് മരിച്ച ഓട്ടോ ഡ്രൈവർ. KSUDPയിലെ കരാർ തൊഴിലാളികളായ നരസിംഹം, ഭാസ്കർ എന്നിവർ ആന്ധ്ര സ്വദേശികളാണ്. ഓടയിലിറങ്ങിയ കരാർ ജോലിക്കാരനാണ് ആദ്യം വീണത്. ഇയാളെ രക്ഷിക്കുന്നതിനു വേണ്ടി മറ്റൊരു കരാർ ജീവനക്കാരനും ഓട്ടോ ഡ്രൈവറും മാൻഹോളിലേക്ക് ഇറങ്ങുകയായിരുന്നു. എന്നാൽ ഇരുവരും മാൻഹോളിൽ കുടുങ്ങി. മൂവരെയും ദീർഘനേരത്തെ തിരച്ചിലിനൊടുവിലാണ് പുറത്തെടുക്കാനായത്. വിവരമറിഞ്ഞെത്തിയ പോലീസും ഫയർഫോഴ്സും ഇവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കരാർ തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഓട്ടോ ഡ്രൈവറുടെ മൃതദേഹം ബീച്ച് ആശുപത്രിയിലുമാണ് സൂക്ഷിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 12 അടി താഴ്ചയിലുള്ള മാൻഹോളിൽ 1 മീറ്ററിലധികം അഴുക്കുവെള്ളവും നിറഞ്ഞുകിടക്കുന്നുണ്ടായിരുന്നു. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെയാണ് തൊഴിലാളികൾ അഴുക്കുചാലിൽ ഇറങ്ങിയത്. വിഷവാതകമുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ലളിതമായ മുൻകരുതൽ പോലും ഇവർ എടുത്തിട്ടില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ജൂബിലി ഹാളിനടുത്തുള്ള സമദിന്റെ കടയിൽ നിന്ന് 10 മണിക്ക് പതിവായി കുടിക്കുന്ന ചായ കുടിക്കാതെയാണ് പി നൌഷാദ് എന്ന സാധാരണക്കാരനായ ഓട്ടോ ഡ്രൈവർ വ്യാഴാഴ്ച മരണത്തിന്റെ ഭൂഗർഭത്തിലേക്ക് ഇറങ്ങിപ്പോയത്. തനിക്ക് ഒരു പരിചയവുമില്ലാത്ത 2 പേർക്ക് വേണ്ടി സ്വന്തം ജീവിതം നൽകി അദ്ദേഹം മനുഷ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറി. ഭാസ്കറിന്റെയും നരസിംഹത്തിന്റെയും ശരീരങ്ങളാണ് ആദ്യം കിട്ടിയത്. അവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് 15 മിനിറ്റ് കഴിഞ്ഞാണ് നൌഷാദിന്റെ ശരീരം ലഭിച്ചത്. ഓടയിൽ ഏറ്റവും അധികം നേരം ശ്വാസം മുട്ടിക്കിടന്നത് രക്ഷകനായി ഇറങ്ങിയ ഈ സാധാരണക്കാരനായിരുന്നു. മാർക്കലി